സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡിൽ ഒരു വ്യത്യസ്തമായ കാര്യമാണ് പറയാൻ പോകുന്നത്. ട്രെയിനിൽ ഗ്രൂപ്പ് ടിക്കറ്റ് റിസർവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനെന്താണ് പ്രയാസം? IRCTCയുടെ വെബ്സൈറ്റിലോ ആപ്പിലോ പോയി ഓൺലൈനായിട്ട് അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടാവും. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ആപ്പിലോ ഓൺലൈനിലോ ഒന്നും നടക്കില്ല കാര്യം. 6ൽ കൂടുതൽ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ട്രെയിനിൽ ഒരുമിച്ച് ഒരു കോച്ചിൽ റിസർവേഷൻ ചെയ്ത് യാത്ര ചെയ്യണമെങ്കിൽ അതിനെന്താണ് നടപടിക്രമമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഗ്രൂപ്പായി യാത്ര ചെയ്യുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റിൽ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് പ്രകാരമുള്ള മുഴുവൻ പേര്, വയസ്സ്, ജെൻഡർ, ബർത്ത് പ്രിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ലിസ്റ്റ് തയ്യാറാക്കൽ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഈ ലിസ്റ്റിൻ്റെ 2 ഫോട്ടോ കോപ്പി എടുക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി റിസർവേഷൻ സെൻറ്ററിലേക്ക് ഈ ഗ്രൂപ്പിൽപ്പെട്ട ആരാണോ പോകുന്നത് അയാളുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയും കയ്യിൽ കരുതുക. ഇനി വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കുക. അപേക്ഷയുടെ മാതൃക ഇതാ കാണിച്ചിരിക്കുന്നു. ഇതിൻ്റെ ചോട്ടിൽ ഒപ്പുവെക്കേണ്ടത് ഈ ഗ്രൂപ്പിലെ ലീഡറാണ്. ഫോർമാലിറ്റീസ് ഇതുകൊണ്ടൊന്നും ഇരുന്നില്ല. ഇനി നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സെൻറ്ററിൽ ചെല്ലണം. അവിടെ ചെന്ന് റിസർവേഷൻ ഫോം വാങ്ങി അത് പൂരിപ്പിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പേപ്പർ വർക്കെല്ലാം തീർന്നു. ഇനി ഈ പേപ്പർ ബഞ്ചെല്ലാം കയ്യിലെടുത്ത് അച്ചടക്കത്തോടുകൂടി ക്യൂവിൽ നിൽക്കുക. അകത്ത് കമ്പിവലക്കൂടിനുള്ളിലിരുന്ന് ജോലി ചെയ്യുന്നത് റോബോട്ടല്ല, നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ളത് എപ്പോഴും മനസ്സിലോർക്കുക. നമുക്ക് മുന്നിൽ ഗ്രൂപ്പ് റിസർവേഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഈ ഓരോരുത്തരുടെയും കൈകളിലുള്ള അസംഖ്യം പേരുകൾ കമ്പ്യൂട്ടറിലേക്ക് മാനുവലായിട്ടാണ് ഈ മനുഷ്യൻ അടിച്ചു കയറ്റേണ്ടത്. അതിനല്പം സമയമൊക്കെ എടുക്കും. റിസർവേഷൻ ഫോം ശരിയായി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുബന്ധ രേഖകളെല്ലാം ശരിയായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ. ഫോം സ്വീകരിക്കപ്പെടും. ഡാറ്റ എൻട്രി ഉടനെ ആരംഭിക്കും. ഫോം സ്വീകരിക്കപ്പെട്ട് ഉദ്യോഗസ്ഥൻ ഡാറ്റ എൻട്രി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പേയ്മെൻറ്റിനുള്ള ഊഴമായി. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രം റെയിൽവേ പഴഞ്ചനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗൂഗിൾ പേ, ക്രെഡിറ്റ് കാർഡ് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് മുഴുവൻ ഫിസിക്കൽ, പേയ്മെൻറ്റ് മാത്രം ഡിജിറ്റൽ. ഇതാണ് റെയിൽവേയുടെ രീതി. പേയ്മെൻറ്റ് വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥൻ പ്രിൻ്റ് കമാൻഡ് കൊടുക്കും. അതോടെ പഴയ രീതിയിലുള്ള പ്രിൻ്ററിൽ നിന്ന് ചടപട എന്ന് ടിക്കറ്റ് അച്ചടിച്ചിറങ്ങും. ചെറിയ കിളിവാതിലിലൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രിൻ്റ് ടിക്കറ്റ് വാങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഉൾപ്പുളകം തോന്നും. 1.5 മണിക്കൂർ അധ്വാനിച്ചതിൻ്റെ ഫലം കിട്ടുന്നതിലുള്ള സന്തോഷം. ഇന്ത്യ AI മിഷൻ, ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവരാണ് നമ്മൾ. എങ്കിലും ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് റിസർവേഷൻ ബുക്കിങ്ങിന് ഇന്നും ഈ പഴയ സമ്പ്രദായം മാത്രം. എന്നെങ്കിലും ഒരിക്കലും ഈ പ്രോസസ്സൊക്കെ ഡിജിറ്റൈസായി നമുക്ക് ഗ്രൂപ്പ് ബുക്കിംഗ് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി ചെയ്യാൻ സംവിധാനമുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ.